റിപ്പോർട്ടുകൾ. ഹേമ കമ്മിറ്റിക്കെതിരായ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി സംവിധായകൻ ആഷിഖ് അബു. സർക്കാർ നിയോഗിച്ച കമ്മിറ്റി പക്ഷപാതപരമായി പെരുമാറിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ആഷിഖ് അബു 24-നോട് പറഞ്ഞു. പരാതിക്കാർ WCC അംഗങ്ങളായതുകൊണ്ട് സ്വാഭാവികമായ മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടാകുമെന്നും ആഷിഖ് അബു പറഞ്ഞു. WCC ഒഴികെ മറ്റ് സംഘടനകളുടെ ഭാഗമായവരിൽ നിന്ന് ഹേമ കമ്മിറ്റി മൊഴിയെടുത്തില്ലെന്നായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ വിമർശനം. 24 എക്സ്ക്ലൂസീവ്. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും തകർത്താണ് ഫെഫ്ക നിലനിൽക്കുന്നതെന്നും അതിൽ പ്രധാനി ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിഖ് അബു വിമർശിച്ചു. സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണിത്. അവര് തീരെ പക്ഷപാതപരമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്തരം ഒരു നെറേറ്റീവ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പ്രാഥമികമായിട്ടും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനാണല്ലോ അത് WCC ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് കൊണ്ടുപോയതുകൊണ്ടാണല്ലോ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കാര്യം തന്നെ സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു മുൻതൂക്കം കിട്ടിയിട്ടുണ്ടാവാം. കാരണം പരാതിക്കാരവരാണല്ലോ. ഫെഫ്ക ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ ഇടപെട്ടിട്ടില്ല. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഒരു 10-20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതികരണം തന്നെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടുണ്ടാവാം. അത് സത്യമായിരിക്കും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഹേമ കമ്മിറ്റി പക്ഷപാതപരമായി പെരുമാറിയിട്ടില്ല എന്നൊരു വശത്ത് പറയുന്നു. മറുവശത്ത് ഫെഫ്ക മറ്റെല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും തള്ളിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലെ പ്രധാനി ബി ഉണ്ണികൃഷ്ണനാണ്. വലിയ വിമർശനമാണ് ഫെഫ്കയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ആഷിഖ് അബു ഈ രണ്ട് വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്നലെയാണ് ഫെഫ്ക ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നെങ്കിലും ചില കാര്യങ്ങളിൽ വിമർശനം ഹേമ കമ്മിറ്റിക്കെതിരെ ഫെഫ്ക ഉന്നയിച്ചിരുന്നു. അതിൽ ഒഴിവാക്കലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക അടക്കമുള്ള സംഘടനയിലെ വനിതകളെ ഈ ഹേമ കമ്മിറ്റി സമീപിച്ചില്ലെന്ന ഒരു വിമർശനമാണ് പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ ഇതിനെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു നൽകിയിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരെന്ന് പറയുന്നത് WCC അംഗങ്ങളാണ്. ഒരു ഘട്ടത്തിൽ പോലും ഫെഫ്ക ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 20 ദിവസത്തിന് ശേഷമാണ് ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് പോലും പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരെ കേൾക്കേണ്ടത് ഹേമ കമ്മിറ്റിയുടെ ചുമതലയാണ്. ആ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണം ഒരുപക്ഷെ മുൻതൂക്കമെല്ലാം തന്നെ WCC അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതിലൊരു തരത്തിലും ഒരു സംശയിക്കേണ്ടത് സാഹചര്യമോ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു പക്ഷപാതപരമായി പെരുമാറിയെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ പരാതിക്കാരെ കേട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി അത് ഒരു കാരണവശാലും പക്ഷപാതപരമായി പെരുമാറിയെന്ന് സംശയിക്കാൻ കഴിയില്ല. അത്തരം ചില ആരോപണങ്ങളൊക്കെ അത് ബി ഉണ്ണികൃഷ്ണന്റെ വ്യക്തിപരമായ ആരോപണമായി തന്നെ കണക്കാക്കണമെന്നാണ് ആഷിഖ് അബു ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. എന്തായാലും ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ളത് ആരാണ് വ്യക്തമാക്കണം, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഹേമ കമ്മിറ്റി പുറത്തുവിടണമെന്നായിരുന്നു ഇന്നലെ ഫെഫ്ക ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മലയാള സിനിമയിൽ ഒരു പ്രഖ്യാപിത വിലക്കുകൾ നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ നേരിടില്ല. പക്ഷേ ചില കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ പാർവതി തിരുവോത്തിന് സിനിമകൾ കുറഞ്ഞില്ലെന്നും റീമ കല്ലിലിന്റെ സിനിമകൾ കുറഞ്ഞില്ലെന്നും ഫെഫ്ക അറിയിച്ചിരുന്നു. പക്ഷേ ഒരു അപ്രഖ്യാപിത വിലക്ക് തന്നെ ഈ സിനിമാ മേഖലയിൽ നടിമാർ നേരിട്ടിട്ടുണ്ട്. ഈ കണക്കുകളിൽ സൂചിപ്പിക്കുമ്പോൾ ആഷിഖ് അബു പറയുന്നത് അത് അവരുടെ കഴിവ് കൊണ്ട് പ്രതിഭ കൊണ്ട് നേടിയെടുത്ത ഒരു അവസരങ്ങളാണ്. അതല്ലാതെ യൂണിയന്റെ ഔദാര്യമായി തന്നെയല്ല അവർക്ക് അവസരങ്ങൾ ലഭിച്ചെന്ന ഒരു മറുപടിയാണ് എന്തായാലും ആഷിഖ് അബു നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അമ്മയിലെ പിളർപ്പും ഒരു 20 പേർ ബി ഉണ്ണികൃഷ്ണൻ സമീപിച്ച ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ എന്തായാലും ആഷിഖ് അബു കടന്നില്ല. പക്ഷേ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന എന്തായാലും മലയാള സിനിമയ്ക്ക് നല്ലതാണ്. അവകാശ പോരാട്ടത്തിനും അതോടൊപ്പം തന്നെ തുല്യ വേതനത്തിനൊക്കെ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന വരുമ്പോൾ അത് ഗുണം ചെയ്യും. പക്ഷേ ഈ ഫെഫ്കയാണ് ഇത്തരം ട്രേഡ് യൂണിയൻ സംഘടനകളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനാണെന്ന വിമർശനവും ഇന്നിപ്പോൾ ആഷിഖ് അബു 24-ലൂടെ നടത്തിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.